ഹലോ ഗായ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. നമ്മളിന്ന് ഫ്രീ ഫയറിലെ ബർമൂഡ എന്ന സ്ഥലത്താണ് ഇറങ്ങാൻ പോണത്. ഹലോ ഗായ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണത്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. നമ്മളിന്ന് ഫ്രീ ഫയറിലെ ബർമൂഡ എന്ന സ്ഥലത്താണ് ഇറങ്ങാൻ പോണത്. നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മളിവിടെ ഇറങ്ങി നോക്കാം. നമുക്ക് ഈ എൽ ഷേപ്പിലുള്ള വീട്ടിലേക്കാണ് ഇറങ്ങാൻ പോണത്. അവിടെ ഇറങ്ങി നോക്കാം. ഇറങ്ങി നല്ല ലൂട്ട് ഒപ്പിക്കണം, അല്ലെങ്കിൽ എവനെങ്കിലും ഒന്ന് അടിച്ചെടുത്തോണ്ട് പോകും. ഫസ്റ്റ് നമുക്ക് ഏക്കയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി എവനെങ്കിലും ഇവിടെ ഒരുത്ത ഇറങ്ങിയിട്ടുണ്ട്, അവനാണ് ഞാൻ തപ്പുന്നത്. ഒന്ന് അടി കിട്ടിയത്. നമ്മൾ അടിപൊളി അങ്ങനെ പ്ലെയർ ലോങ് അടിക്കുക 10-16 പേര് വരുമ്പോൾ ഒരുമിച്ച് അടിക്കുക അങ്ങനെയൊന്നുമില്ല. അങ്ങനെയിപ്പോൾ പറയുക, ചക്ക വേണം ഒരു എത്തുക ലെവലാണ്. അപ്പോൾ എന്നാലും നമ്മൾ പരമാവധി ഒളിച്ചിരുന്ന് ഒടിക്കുക അങ്ങനെയൊക്കെയാണ് നമുക്കറിയുള്ളൂ. നമ്മൾ എന്നാലും ട്രെയിനിങ്ങിലൂടെ മെച്ചപ്പെടുത്താൻ ഇനിയുള്ള ഗെയിമുകളുടെ അടിപൊളിയാക്കാന്ന് ഞാൻ പറയുന്നു. രീതിയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ പരമാവധി ക്ഷമിക്കാം. നമ്മൾ അധികം ചിലവൊന്നുമില്ലാതെ നമ്മൾ തുടക്കമല്ലേ, നമുക്ക് എന്നാലും സെറ്റാക്കാം. ഗൈസ്, നിങ്ങൾ എനിക്ക് നന്നായിട്ട് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ എനിക്ക് നേട്ടം ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ആദ്യമായതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒളിച്ചിരുന്നിട്ട് അവിടെ ഒരുത്താൻ അടിക്കാൻ നോക്കുന്നുണ്ടാവാം. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. നമുക്ക് ആരെങ്കിലും ഇവിടെ ലൂട്ടാൻ വരുമ്പോൾ അവനെ മുണ്ടക്കിട്ട് അടിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഒളിച്ചിരിക്കുന്നത്. പുറത്ത് നോക്കുമ്പോൾ അങ്ങനെ ആരെയും കാണില്ല. ആൾ വന്ന ഗ്ലൂ വാൾട്ട് അതല്ലാക്കി ഗ്ലൂ വാൾട്ട് തന്നെ കളിക്കാൻ വലിയ പിടുത്തില്ല. നമുക്ക് നോക്കാം. സൂം ചെയ്ത് ഏതെങ്കിലും ഒരു തോടിയുണ്ടെങ്കിൽ അവനെ ഇട്ട് പണിയാനാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം, ഏതെങ്കിലും ഒരു മണ്ടൻ വരും ആണ് വിശ്വാസം. അപ്പം നമ്മൾ ഒട്ടും കളിക്കാറാത്തവർക്ക് പോലും ബുയ അടിക്കാൻ പറ്റുന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ഞാൻ ഇതിൽ ബുയ അടിക്കുന്നല്ല പറഞ്ഞത്, എന്നാലും ബുയ അടിക്കാൻ ശ്രമിക്കും. ബുയയുടെ അടുത്ത് വരെ എത്തിയിട്ട് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതായത് അവസാനം വരുന്ന ഏതെങ്കിലും ഒരു നല്ല കളിക്കാരനാവും, അവനെ അടിച്ചിട്ട് പോകും. അതാണ് സാധാരണ ടവർ. പക്ഷെ ഇനി ഞാനുണ്ടാവില്ല, അടിപൊളിയായിട്ട് കളിക്കാമെന്ന് ഉറപ്പ് തരികയാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് എനിക്ക് ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഞാൻ തുടങ്ങി നിങ്ങൾക്ക് ലൈക്ക് തരില്ലൊന്നുമില്ല, അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതേ വരില്ല. അല്ല, വീട്ടുകാരൊക്കെ പറയണത് കാരണം നീ ഇതിൻ്റെ പിന്നാലെ പോകണ്ടെന്നാണ്. പക്ഷെ അതൊക്കെ എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളാണ് എൻ്റെ ഒപ്പം നിൽക്കേണ്ടത്. സെറ്റ് നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറയുന്ന പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളാണ്, ഗെയിമിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. അത് ആരും തെറ്റിയിരിക്കണ്ട, ഇനി മുതൽ പറയാം. പക്ഷെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടല്ല, അതുകൊണ്ട് ഒരു പരിചയക്കുറവിൻ്റെ ഇതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാപ്പ് എടുത്ത് നോക്കി നോക്കാം. മാപ്പ് എടുത്തിട്ട് ഇവന്മാരെവിടെയാണ്? രണ്ടവന്മാർ സൈഡിൽ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ പണി വാളാം. ജസ്റ്റ് ഇവിടെ സൂമിട്ടടിക്കാം. ചിലപ്പോൾ 2 ഫൈറ്റാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ടൊരു കില്ല് കിട്ടും ചിലപ്പോൾ. നോക്കാം. നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ വലുതായിട്ട് കാണാല്ല അവന്മാരനെ. ചിലപ്പോൾ അവിടെ ഒടിച്ച് നമ്മളെ പണിയോന്നും പറയാൻ പറ്റില്ല. ഗൈസ്, പിന്നെ ചിലവർ പറയുന്നുണ്ടാവും നമ്മളെ ന്യൂബല്ലേ, നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ പറ്റുമെന്ന്. അതല്ല, നല്ല സ്കിന്നില്ല അങ്ങനെയൊക്കെ. ഗൈസ്, എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ ഗെയിം പഠിച്ചു വരില്ല. അല്ലാതെ ആരും ഇത് വയറ്റിൽ നിന്ന് പഠിച്ചിട്ട് വരണമെന്നില്ലല്ലോ. നമുക്ക് പൊളിക്കാം ഗൈസ്, ഇനി വരും വീഡിയോകൾ. ഗൈസ്, ഞാൻ അധികമൊന്നും ഉണ്ടാത്ത കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. എന്നാലും നമുക്ക് വരും ഇതിൽ ഞാൻ ശരിയാക്കാമെന്ന് ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ.
ഇവിടെ ആരെയും അങ്ങനെ കാണുന്നില്ല ഗൈസ്. നമുക്കിവിടെ ഒളിച്ചിരുന്ന് ഇവനെങ്കിലും ഡ്യൂട്ടാൻ വന്ന് അവനിട്ട് പഠിക്കാനാണ്. AK വെച്ച് അടിക്കാനായിട്ടാണ് എൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ അവൻ എന്നെ അടിച്ചുകൊണ്ട് പോകും. നമുക്ക് സോണും കയറി വരുന്നുണ്ട്, അതാണ് വേറൊരു പ്രശ്നം. സോണ് കയറി വരുമ്പോൾ എന്താ വെച്ചാൽ സൈഡിൽ നിന്ന് വരുന്നവന്മാർ നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോണ് കയറി വരുന്നുണ്ട്. നൈസായിട്ട് ഇവിടുന്ന് പോകേണ്ടി വരുന്നത് തോന്നുന്നു. ചിലപ്പോൾ ഇനിമിയോൾ വരുന്നുണ്ടോ നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഗൈസ്, ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ അടിപൊളി പ്ലെയർ അല്ല, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അവരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കയറി വരുന്നവരെ നോക്കാം. അതായത് അതായത് എൻ്റെ ഇത്ര ഒരു ഫ്രണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതാക്കി എത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണ് അതാണ് പറ്റിയത്. അത് കാരണമാണ് സൗണ്ട് ചെറിയ ഇതുണ്ടാവും. അതല്ല, എൻ്റെ സൗണ്ട് പൊതുവെ എങ്ങനെയാണ്, പലരും പറയുന്നുണ്ട് ഈ സൗണ്ടൊക്കെ വെച്ചിട്ട് യൂട്യൂബിൽ എന്നാ ഉണ്ടാക്കാനാണ്, നമുക്ക് കാണിച്ചെടുക്കാൻ ഗൈസ്. നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടെച്ചാൽ നമുക്ക് എന്തുണ്ടാക്കാം. സൗണ്ടിന് ഒന്നുമല്ല കാര്യം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുക കാണിച്ചാൽ മാത്രം. ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സൗണ്ടൊക്കെ ദൈവം തന്നെയുള്ള ഗൈസ്, നമ്മളത് വെച്ച് നമ്മുടെ പരമാവധി ശ്രമിക്കുക. നമുക്ക് എന്തായാലും കളിയൊക്കെ തുടങ്ങി. എല്ലാവരും പറയുന്നുണ്ടാവും ഇനിയിപ്പോൾ കമൻറ്റൊക്കെ വരാൻ പോണേയുള്ളൂ. നമുക്ക് നൈസായിട്ട് ഇപ്പോൾ ആദ്യം എടുക്കണം. ഇനി നമുക്ക് കൂടുതൽ വർത്തമാനത്തേക്കാൾ നമ്മൾക്ക് അതായത് നമ്മുടെ വർത്തമാനത്തേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കളിയിലെ വർത്തമാനങ്ങളാണ്. നമുക്ക് ഇവിടുത്തെ എഫ് എടുത്തിട്ടുണ്ട് കോയിൻ. നൈസായിട്ട് സോണിൻ്റെ ഒപ്പം പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉയരമുള്ള ഏതെങ്കിലും സ്പോട്ടിൽ ഇരുന്നിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും അടുത്ത് സോണ് കയറി ഇൻ്റമാരി വരുന്നുണ്ടെങ്കിൽ അവനെ കാച്ചാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല, നോക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കയറാം ഗൈസ്. പിന്നെ മുകളിൽ കയറി ഫൈനൽ ലൈവിൽ നമ്മൾ വന്നിരിക്കുന്നത്. 9 പേര് മാത്രമാണ് നമ്മുടെ കളിയിലുള്ളൂ. അത് ഒരു കില്ല് പോലും എടുത്തിട്ടില്ല ഗൈസ്. ഇതാണ് ഞാൻ നൈസായിട്ട്, സാധാരണ ഞാൻ ഒരു ബൂയി അടിച്ചിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ട്. അതെന്തോ ഭാഗ്യത്തിന് എൻ്റെ HP കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്നാലും നമ്മൾ പൊളിക്കും ഗൈസ്. ഞാൻ പരമാവധി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എങ്ങനെയായാലും അടിപൊളി ഗെയിമറാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ എനിക്ക് മറുപടി അറിയാം. നമുക്കപ്പോൾ ഈ വീട്ടുകാരെ അതാണ് ഗൈസ്, നമുക്ക് ഇനി സെറ്റാക്കാം. ഈ വീട്ടുകാരുടെ വോയിസൊക്കെ ഇടയിൽ കേൾക്കുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. സെറ്റാക്കാം. സോണ് കയറി വരുന്നുണ്ട്, അപ്പോൾ സോണിൻ്റെ ഒപ്പം ഓടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടും. എവനെങ്കിലും കയറി വന്ന് അടിച്ചാൽ പണി കിട്ടും. ഇതെന്താ ഗൈസ് ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ അറിയാതെ ഈ റെക്കോർഡർ ബട്ടൺ അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അത് കൈ തട്ടിയാണ് ഇങ്ങനെ ആയത്. റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. എനിക്കും ഒരുമാതിരി ആവുന്നുണ്ട്. എന്നാലും ഒരു ദിവസം വിജയിക്കുമെന്നുള്ള സുഖലക്ഷ്യത്തോടെ ഞാൻ മുന്നേറുകയാണ്. HP നല്ല നമുക്കൊന്ന് കവർ ചെയ്തെല്ലാം പണി കിട്ടും. അപ്പോഴേക്കും കയറി പണി പാടുമോ എന്നൊരു ചോദ്യത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മുന്നോട്ടോടാം. അതെന്താ വേഗമുള്ള സോണ് വേഗത്തിൽ വരികയാണ്. നല്ല ഡാമേജും കിട്ടുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് എവിടെയെങ്കിലും അടിച്ചിരിക്കാനുള്ള ഫോട്ടാണ്. ഇവിടെ നിന്നൊക്കെ ആരെങ്കിലും അടിച്ച് അപ്പം ഉള്ളൂ. നമുക്ക് നല്ല ഒടിയാണ്, കവർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ നോക്കുന്നത് ഗൈസ്. ആരോ അടിക്കുന്നുണ്ട്, ഗ്ലൂ വാൾ ഇടാൻ കണ്ട ഗൈസ്. ഇതാണ് പ്രശ്നം.